ട്രിപ്പിൾ ഇന്റഗ്രൽസ് ഫംഗ്ഷനും അതുപോലെ റീജിയണും കാർട്ടീഷ്യൻ ഫോമിൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കുന്നത് ഫംഗ്ഷനും അതേപോലെ റീജിയണും സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിനോ അല്ലെങ്കിൽ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിനോ തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ട്രിപ്പിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. അതിനു മുമ്പ് എന്താണ് ഈ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ ത്രീ ഡയമെൻഷണൽ ഒരു പോയിന്റിനെ എക്സ്പ്രസ് ചെയ്യുന്നത് അത് എങ്ങനെയെന്നുള്ളത് ഒന്ന് റിവൈസ് ചെയ്യാം. സപ്പോസ് പി എന്ന് പറഞ്ഞ പോയിന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മൂന്ന് നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യും, എക്സ് വൈ സെഡ്. എന്തൊക്കെയായിരുന്നു എക്സും വൈയും സെഡും? സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ ഈ ഹൈറ്റ് ആയിട്ടാണ് സാധാരണ പറയാം. എന്നിട്ട് ഇവിടെ ഒരു പോയിന്റ് കിട്ടും, അത് ടു ഡയമെൻഷണൽ എക്സ് വൈ പ്ലെയിനാണ്. അതിന് രണ്ട് നമ്പേഴ്സിന്റെ ടേംസ് എക്സ്പ്രസ് ചെയ്യുന്നത് എക്സ് ആണ്. ഇവിടെ ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും, ഇവിടെ ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആൻഡ് ദിസ് പോയിന്റ് is x, ദിസ് പോയിന്റ് is y. ഇതാണ് കാർട്ടീഷ്യൻ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതേ പോയിന്റിനെ തന്നെ സിലിണ്ടറിക്കൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ പി എന്ന് പറയുന്ന പോയിന്റിനെ മൂന്ന് നമ്പേഴ്സിന്റെ ടേംസ് എക്സ്പ്രസ് ചെയ്യും, ആർ തീറ്റ ആൻഡ് സെഡ്. എന്തായിരുന്നു ആറും തീറ്റയും സെഡും? നേരത്തെ പറഞ്ഞ അതേപോലെ നേരെ താഴേക്ക് എക്സ് വൈ പ്ലെയിനിലോട്ട് ഈ പോയിന്റ് കറസ്പോണ്ടിങ് പോയിന്റ് കണ്ടെത്തും. ഈ ഹൈറ്റ് സാധാരണ നമ്മൾ സെഡ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ സെഡ് ആക്സിൽ ആ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ആണ് സെഡ്. കാരണം സെഡ് ചില കേസിൽ നെഗറ്റീവും ആവാലോ. ശരി, ഇനി ഈ പോയിന്റ് എക്സ് വൈ പ്ലെയിനിൽ കിടക്കുമ്പോൾ എക്സ് വൈ പ്ലെയിനിലെ പോയിന്റിനെ എക്സ് വൈ എന്നുള്ളതല്ലാതെ പോളാർ ഫോമിൽ നമ്മൾ ആർ തീറ്റ എന്ന് എക്സ്പ്രസ് ചെയ്യാം. ആ ആർ തീറ്റയാണ് ഈ പോയിന്റ് ആർ തീറ്റ. എന്തായിരുന്നു അവിടെ ആർ? ഒറിജിനുള്ള ഡിസ്റ്റൻസ്. ദിസ് ഇസ് ആർ. നിന്ന് തീറ്റ പോസിറ്റീവ് എക്സ് ആക്സുമായിട്ട് മേക്കുന്ന ആംഗിൾ. ദിസ് ആർ തീറ്റ. ഇങ്ങനെ ഒരു പോയിന്റിനെ ആർ തീറ്റ സെഡ് എന്ന് എക്സ്പ്രസ് ചെയ്യുന്നതാണ് നമ്മൾ സിലിണ്ടറിക്കൽ ഫോം എന്ന് വിളിക്കുക. ആ കേസിൽ ഇത് രണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന കണക്ഷൻ ഇതാണ്, എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. കാരണം ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ഒക്കെ എടുക്കാം അതിന്റെ അകത്ത് കിട്ടുന്ന. ആൻഡ് y is equal to r sin theta. x square plus y square is r square. And tan theta is equal to y by x. ഇതൊക്കെ ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻസ്. ഇതേപോലെ സെയിം പോയിന്റ് പി നെ റോ ഫൈ തീറ്റ ഇങ്ങനെ മൂന്ന് നമ്പേഴ്സിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ്. അതിൽ റോ എന്ന് പറയുന്നത് the distance from the origin ആണ്, this is rho. And phi എന്ന് പറയുന്നത് പോസിറ്റീവ് z ആക്സിസ് ആയിട്ട് മേക്കുന്ന ആംഗിൾ ആണ്. ഇനി ഇതേപോലെ നേരെ താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ ടു ഡയമെൻഷൻ ആയത് എക്സ് വൈ പ്ലെയിനിൽ കിട്ടുന്ന പോയിന്റ് ഒറിജിനുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ ആ ലെങ്ത് ആർ ആണ്. ആ ആറ് എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. അതായത് നമ്മൾ ഇവിടെ ഈ രണ്ട് കേസിലും പറഞ്ഞിരിക്കുന്ന തീറ്റ തന്നെയാണ് അവിടെയും പറയുന്ന തീറ്റ. ഇനി കാർട്ടീഷ്യൻ ഫോമും സ്ഫെറിക്കൽ കോർഡിനേറ്റ്സും തമ്മിൽ കണക്ട് ചെയ്യുന്നത് x is equal to rho sin phi cos theta, y is equal to rho sin phi sin theta, and z is equal to rho cos phi. ഇതാണ് കണക്ഷൻ. ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, that is the distance square of the distance from the origin, അല്ലെങ്കിൽ റോ സ്ക്വയർ ഈക്വൽ ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ട്രിപ്പിൾ ഇന്റഗ്രലില് ഈ സിലിണ്ടറിക്കൽ ആൻഡ് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ട്രിപ്പിൾ ഇന്റഗ്രേഷനകത്തുള്ള ചേഞ്ച്, അല്ലെങ്കിൽ എങ്ങനെയാ ലിമിറ്റുകൾ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളോട് ആദ്യം നമുക്ക് നോക്കാം. സിലിണ്ടറിക്കൽ, if f of r theta z, so it's a three variable function, പക്ഷെ ആ ഫംഗ്ഷന്റെ വേരിയബിൾസ് r theta z ആണ്. So that means cylindrical coordinates ആണ് വേരിയബിൾസ് ആയിട്ട് വരുന്നത്. The function defined over a region D which is given in cylindrical coordinates. എന്ന് വിചാരിക്കും. Then the triple integral of the function f over d dv is equal to triple integral over the region D f of r theta z
dz r dr d theta. അല്ലെങ്കിൽ ഇവിടുത്തെ dv is equal to dz r dr d theta. ശരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. x equal to r cos theta, y is equal to r sin theta, and z is equal to z എന്ന് വരുന്ന സമയത്ത് dv become dz r dr d theta. ഇവിടുത്തെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാ പോലെ തന്നെ ട്രിപ്പിൾ ഇന്റഗ്രൽസ് ആണ് ചെയ്യേണ്ടത്. പക്ഷേ dv എന്നുള്ളത് മാറിയിട്ട് നമ്മൾ അവിടെ dx dy dz എന്ന് എഴുതുന്നതിന് പകരം ഇവിടെ dz dr d theta ആണ്. വേരിയബിൾസ് r theta z ആണ്. കൂടെ ഏതും കൂടെ ഉണ്ട് r ഉണ്ട്. സോ r dr d theta dz എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇനി അറിയേണ്ടത് എങ്ങനെയാണ് നമ്മൾ ലിമിറ്റ് ചൂസ് ചെയ്യുന്നതാണ്. ലിമിറ്റ് ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. കൺസിഡർ the region D in three dimension, the solid cylinder x square plus y square less than or equal to a square and 0 less than or equal to z less than or equal to h. അപ്പൊ ഇത് ത്രീ ഡയമെൻഷൻ ആണ്. ഇതിന്റെ മുകളിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഞാൻ എടുക്കുന്ന എക്സാമ്പിളിൽ ഫംഗ്ഷൻ 1 ആയിട്ട് ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വോളിയം കാണാൻ ശ്രമിക്കുന്നു. വോളിയം കാണുക എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ കേസിൽ ഫംഗ്ഷന്റെ വാല്യൂ ഏതായിട്ട് ചൂസ് ചെയ്യാന്നുള്ളതാണ്, 1 ആയിട്ട് ചൂസ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഇവിടെ സിലിണ്ടർ ആണ്. സിലിണ്ടർ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവുമ്പോൾ എപ്പോഴും സിലിണ്ടറിക്കൽ ഫോമിലോട്ട് ലിങ്ക് ചെയ്യാനായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പൊ ഇവിടെ ഏതാണ് ശരിക്കും ആ സിലിണ്ടർ? അതാദ്യം നോക്കാം. x square plus y square is equal to a square ആണ്. x square plus y square is equal to a square എന്ന് പറയുന്നത് സർക്കിൾ ആണ് when z is equal to 0. and this is cylinder. പക്ഷെ z ന്റെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെ? 0 to h ആണ്. അതിന്റെ അർത്ഥം ഇതേപോലെയുള്ള സർക്കിൾസ് ഇങ്ങനെ മുകളിലോട്ട് അടുക്കി വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സിലിണ്ടർ ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നു. ഇതാണ് ശരിക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന സിലിണ്ടർ. ഈ ഹൈറ്റ് h, ഈ സർക്കിൾ x square plus y square is equal to a square. നമുക്ക് വേണ്ടത് വോളിയം ആണ്. വോളിയം എന്നുള്ള ഫോം, വോളിയം is triple integral over the surface over the solid D dv ആണ്. അത് നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ this is triple integral dv എന്നുള്ളത് r dz dr d theta വരും. ഇനി നമുക്ക് ലിമിറ്റുകൾ വേണം. എങ്ങനെ ലിമിറ്റുകൾ ചൂസ് ചെയ്യുമെന്ന് വെച്ചാൽ സിലിണ്ടറിക്കൽ ആണെങ്കിൽ ഓർഡർ ഏറ്റവും എളുപ്പം z r theta എന്നതാണ്. ആദ്യം z ന്റെ കിട്ടണമെങ്കിൽ നമ്മൾ ഒരു സ്ട്രിപ്പ് എടുക്കും പാരലൽ ടു z ആക്സിസ്. ഇങ്ങനെ സ്ട്രിപ്പ് എടുത്താൽ ആ സ്ട്രിപ്പിന്റെ ഒരറ്റം ഈ ഹൈറ്റ്, ഏതാ ഹൈറ്റ്? z is equal to h ആണ് ഈ പ്ലെയിൻ. സോ z ന്റെ വാല്യൂ മാക്സിമം വരാവുന്ന h ആണ്. താഴെ z is equal to 0 ആണ്. സോ z is varying from 0 to h. ഇനി നമുക്ക് r ന്റെയും തീറ്റയുടെ, എന്താ r ഉം തീറ്റയും? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് സോളിഡ് സിലിണ്ടർ ആണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെയുള്ള എല്ലാ പോയിന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് ഈ z ന്റെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യാന്ന് പറഞ്ഞത് 0 മുതൽ h വരെ. കാരണം ഇതിനുള്ളിലുള്ള പോയിന്റ്സിലൊക്കെയും ഓരോ ഹൈറ്റുകളാണ്. മാക്സിമം h ഹൈറ്റ് വരാം, മിനിമം 0 ഹൈറ്റ്. ഇനി ഇതിനൊക്കെ ഈ പോയിന്റ്സിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊജക്ഷൻ ഇൻ xy പ്ലെയിനിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഈ സർക്കിൾ ആണ്. വേണമെങ്കിൽ ആ സർക്കിൾ മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് എടുത്താൽ ഇതാണ് സർക്കിൾ. ഈ സർക്കിളിലെ ആറും തീറ്റയുമാണ് നമുക്ക് ഇവിടെയുള്ള അടുത്ത രണ്ട് വേരിയബിൾസ്. അപ്പൊ ഈ സർക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് സിലിണ്ടറിക്കൽ ഫോമിലോട്ട് എക്സും വൈ ഒക്കെ മാറ്റിയിട്ട് ആർ തീറ്റ സെറ്റിലോട്ട് പോകണം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എ സ്ക്വയർ ആണ്. അതിനർത്ഥം ഈ സർക്കിൾ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഓർ ആർ ഇസ് ഈക്വൽ ടു എ. സോ ആർ ഇസ് ഈക്വൽ ടു എ ആണ് ഈ സർക്കിൾ. അപ്പൊ നമ്മള് പ്രൊജക്ഷൻ പറഞ്ഞാൽ ഇതാണ്, ഇത് കംപ്ലീറ്റ് ആയിട്ട് വരും. ഇതിന്റെ അകത്തൊക്കെ ഉള്ള പോയിന്റ്സ് വരും. അപ്പൊ ആ പോയിന്റ്സ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇനി ആറിന്റെയും തീറ്റന്റെയും വേരിയേഷൻസ് എടുക്കുമ്പോൾ ആർ
വാല്യൂ നോക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് എടുക്കുക. ഇതിന്റെ ഉള്ളിലുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആറിന്റെ വാല്യൂ 0 മുതൽ മാക്സിമം ഇതിൽ ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. അപ്പൊ ആറിന്റെ വാല്യൂ മാക്സിമം ഏത് വരെ വരാം? എ വരെ വരാം. മിനിമം ഏതും വരാം? 0 വരാം. സോ r is varying from 0 to a. ഇനി ഇങ്ങനെയുള്ള സ്ട്രിപ്പുകൾ എവിടെ തൊട്ട് എവിടെ വരെ നമുക്ക് വേരി ചെയ്യാം? തീറ്റ 0 ആവുന്നത് തൊട്ട് ഇങ്ങനെ പോയിട്ട് തീറ്റ π/2 തീറ്റ π ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എവിടെ തൊട്ട് എവിടെ വരെ വരാം? തീറ്റ 0 to 2π വരെ. ഇത് സിമെട്രിക് ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് 4 times വോളിയം ഇൻ ദ ഫസ്റ്റ് ഒക്ടന്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ എടുക്കാം. അങ്ങനെ വരുമ്പോൾ തീറ്റയുടെ വേരിയേഷൻ ഫ്രം 0 to π/2 വരുള്ളൂ. എന്തായാലും ഞാനിത് പറഞ്ഞത് എങ്ങനെയാണ് ആ ലിമിറ്റ് ചൂസ് ചെയ്യുന്നത് പറയാൻ വേണ്ടി മാത്രമാണ്. ആദ്യം സെഡിന്റെ എടുക്കുന്നു, അപ്പൊ സെഡ് ആക്സിസിന് പാരലൽ സ്റ്റെപ്പ് എടുക്കുന്നു. പിന്നെ പ്രൊജക്ഷൻ ടു XY പ്ലെയിൻ എടുക്കുന്നു, z = 0 എടുക്കുന്നു. അവിടെ ആറിന്റെയും തീറ്റന്റെയും പോളാർ കോർഡിനേറ്റ്സ് ആണ് വേരിയേഷൻസ് കാണുന്നത്. ഇനി ഇത് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. അതിന് ആൻസർ വരേണ്ടത് πr²h ആണ്. കാരണം ഇത് സിലിണ്ടർ അല്ലേ? സിലിണ്ടർ ഓഫ് ബേസിന്റെ റേഡിയസ് a ആൻഡ് ഹൈറ്റ് h, അതിന്റെ വോളിയം πr²h ആണ്. അല്ലെങ്കിൽ ബേസ് ഏരിയ ഇൻടു ഹൈറ്റ് എന്നുള്ളത് നമുക്ക് എടുക്കാം. πr² ആണ് ബേസ് ഏരിയ ഇൻടു ഹൈറ്റ്. അപ്പൊ ആ രീതിയിലും പറയാം. ഇനി നമ്മൾ നോക്കുന്നത് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിലാണ്. If f of rho phi theta is defined over a region D in 3 dimension, അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എക്സ്പ്രഷൻ given in spherical coordinates are the region D യുടെ എക്സ്പ്രഷനും spherical coordinates ആണെങ്കിൽ triple integral over D of the function f dv is equal to triple integral over D dv എന്നുള്ളത് മാറിയിട്ട് rho square sin phi d rho d phi d theta എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് ഏതാണ്? സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിലാണ് ഇന്റഗ്രേഷൻ വരുന്നതെങ്കിൽ dx dy dz എന്നുള്ളതിന് പകരം dv എന്നുള്ളത് മാറിയിട്ട് rho square sin phi into d rho d phi d theta എന്ന് വരും. അതായത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്ന x is equal to rho sin phi cos theta, y is equal to rho sin phi sin theta and z is equal to rho cos phi എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുമ്പോൾ ജാക്കോബിയൻ ഒക്കെയാണ് ഈ rho square sin phi വരുന്നത്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഇപ്പൊ എന്തായാലും ഇങ്ങനെ ഓർക്കാം, dv എന്നുള്ളത് മാറിയിട്ട് rho square sin phi d rho d phi d theta. ഇനിയിപ്പോ നമുക്ക് ഈ ലിമിറ്റ് കാണേണ്ടി വരും. ലിമിറ്റ് കാണുന്നതിൽ ഏതൊക്കെ വേരിയബിൾസ്? rho phi theta. rho phi theta എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്? ഒരു എക്സാമ്പിളിലൂടെ consider the solid sphere x square plus y square plus z square less than or equal to a square. again കാർട്ടീഷ്യൻ ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. സോളിഡ് സ്ഫിയർ ആണ്. നമുക്ക് ഇതിന്റെ വോളിയം കാണണമെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ റേഡിയസ് a ആണ്. സ്ഫിയറിന്റെ വോളിയം എന്താ? 4/3 pi a cube. ഇത് കിട്ടുന്ന ഫൈനൽ ആൻസർ. പക്ഷെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ വോളിയം കാണുക എന്ന് പറഞ്ഞാൽ f ഓഫ് ഫംഗ്ഷന്റെ വാല്യൂ 1 എന്ന് ചൂസ് ചെയ്തിട്ട് ട്രിപ്പിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ ഉദ്ദേശം സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിൽ ഇവാലുവേഷൻ നടത്താൻ ലിമിറ്റ് എങ്ങനെ ചൂസ് ചെയ്യുന്നുള്ള കാര്യം മാത്രമാണ്. അപ്പൊ ആദ്യം ഞാൻ ഈ സ്ഫിയറിനെ rho is equal to a എന്ന് എഴുതാണ്. കാരണം x square plus y square plus z square is rho square. So rho square is less than or equal to a square ആണ്. അപ്പൊ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. rho is equal to a ആണ് the outer surface അല്ലെങ്കിൽ സ്ഫിയർ. ശരി, ഇപ്പൊ ഇത് വരച്ചിരിക്കുന്ന വെച്ചിട്ടും അല്ലെങ്കിൽ ഇതിന്റെ കണ്ടീഷൻസ് വെച്ചിട്ടും ഇത് സിമെട്രിക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ വോളിയത്തിനെ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. വോളിയം is equal to 8 times the volume in the first octant. അപ്പൊ അങ്ങനെ ഡീൽ ചെയ്യാൻ പോവാണ്. ലിമിറ്റ് മാത്രമാണ് നമ്മളോട് പ്രശ്നം. ബാക്കിയുള്ള കാര്യങ്ങൾ dv എന്നുള്ളത് rho square sin phi d rho d phi d theta. അപ്പൊ ഇവിടെയുള്ള പ്രശ്നം എങ്ങനെ നമുക്ക് ഈ ലിമിറ്റുകൾ കാണാം? rho phi theta. അതുകൊണ്ട് എനിക്കിവിടെ ആവശ്യം ഏത് മാത്രമേ ഉള്ളൂ? ഫസ്റ്റ് ഒക്ടന്റ് ആണ്. ഫസ്റ്റ് ഒക്ടന്റിലെ കേസ് മാത്രമായിട്ട് ഞാൻ അവിടെ വരച്ചിരിക്കുന്നു. അപ്പൊ ആദ്യം എനിക്ക് റോയുടെ
ലിമിറ്റും. ഇതിന്റെ ഇന്റീരിയർ മൊത്തമുണ്ട്. റോ എന്ന് പറഞ്ഞാൽ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഞാൻ ആദ്യം സ്ട്രിപ്പ് എടുക്കുന്നു സെന്റർ എന്ന് ടു ദ ഔട്ടർ സർഫസ്. അപ്പൊ ഇതിന്റെ അകത്തുള്ള പോയിന്റ്സ് ഒക്കെ വരും. സോ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ഇസ് റോ. സോ റോയ്ക്ക് എടുക്കാവുന്ന വാല്യൂ എവിടുന്ന് എവിടെ വരെ വരാം? റോ 0 മുതൽ ഈ ഔട്ടർ സർഫസസ് റോ ഇസ് ഈക്വൽ ടു എ. സോ 0 ടു എ വരെ ഇത് വേരി ചെയ്യാം, റോയുടെ വാല്യൂ വേരി ചെയ്യാം. സോ 0 ടു എ. ഇനി ഞാൻ ചെയ്യുന്നത് ഫൈയുടെ വേരിയേഷൻ എടുക്കുകയാണ്. ഇപ്പൊ ഈ പോയിന്റ്സ് കംപ്ലീറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫൈ എന്ന് പറഞ്ഞാൽ ആംഗിൾ മെയ്ഡ് വിത്ത് പോസിറ്റീവ് z ആക്സ് ആണ്. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ z ആക്സിലെ പോയിന്റ്സിൽ ഫൈയുടെ വാല്യൂ 0 ആണ്. ഇവിടെ ഇങ്ങോട്ട് ഞാൻ ഈ സ്റ്റെപ്പ് എടുക്കുന്നതിനനുസരിച്ച് ഫൈയുടെ വാല്യൂ ഏത് വരെ വരാം? 90 വരെ വരാം. സോ ഫൈ ഇസ് വേരിയിങ് ഫ്രം 0 ടു പൈ ബൈ 0 ടു പൈ ബൈ 2. ഇനി വേണ്ടത് തീറ്റയാണ്. അപ്പൊ ഈ സ്ട്രിപ്പ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ പ്രൊജക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾ ആണ് ഏത്? തീറ്റ. അപ്പൊ ഇതിലെ കംപ്ലീറ്റ് പോയിന്റ്സ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഓരോ പോയിന്റിന്റെയും പ്രൊജക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഇതാണ് XY പ്ലെയിനിൽ പ്രൊജക്ഷൻ വരും. കാരണം ആറും തീറ്റയൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നത് XY പ്ലെയിനിലോട് പ്രൊജക്ഷൻ എടുത്തിട്ടാണ്. അപ്പൊ ഇവിടെ ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ തീറ്റയുടെ വേരിയേഷൻ? ഇങ്ങനെ അറ്റത്താണ് ഉള്ള പോയിന്റ്സിന് തീറ്റയുടെ വാല്യൂ 0 ആണ്. ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് തീറ്റ കൂടിയിട്ട് മാക്സിമം y ആക്സ് വരുമ്പോൾ തീറ്റയുടെ വാല്യൂ ഏത് വരും? പൈ ബൈ 2 വരും. സോ തീറ്റ വേരിയിങ് ഫ്രം 0 ടു പൈ ബൈ 2. 0 ടു പൈ ബൈ 2. ഇതാണ് ലിമിറ്റ്. റോ 0 ടു a, phi 0 to pi by 2 and theta 0 to pi by 2. ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4/3 pi a cube എന്ന് കിട്ടണം. നോക്കാം. 8 times 0 to pi by 2, 0 to pi by 2. ആദ്യം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു റോ. സോ sin phi കോൺസ്റ്റന്റ്, റോ ക്യൂബ് ബൈ 3. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു 0 to a d phi d theta. That equals 8 times ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a cube by 3 വരും. പുറത്തെടുക്കാം a cube by 3, 0 to pi by 2, 0 to pi by 2 sin phi d phi d theta. 0 to pi by 2 sin phi ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ cos phi ആയി. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 എന്നാണ് കിട്ടുക. പിന്നെ ബാക്കി വരുന്നത് 0 to pi by 2 d theta. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുക. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ pi by 2 എന്നാണ് കിട്ടുക. സോ ആകെ വരാവുന്നത് 8 a cube by 3 into pi by 2. That equals 2 to cut ചെയ്താൽ 4 by 3 pi a cube. ആൻസർ. പക്ഷെ അതല്ല ഇവിടെ പോയിന്റ്. നമ്മൾ എങ്ങനെയാ ലിമിറ്റ് ചൂസ് ചെയ്യുന്നതാണ്. ആദ്യം റോ, then phi, then theta. ഒന്നുകൂടെ നോക്കൂ. ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ തിരിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ഒക്ടേണിലെ പോർഷൻ മാത്രം എടുക്കൂ. അതിന്റെ ഇന്റീരിയർ സ്ഫിയറിന്റെ മുകളിലല്ല, സോളിഡ് സ്ഫിയർ ആണ്. ഇന്റീരിയർ ഒക്കെ ഉണ്ട്. അപ്പൊ അതിലെ ഓരോ പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ഇസ് ഫ്രം 0 to a എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലെ ഇങ്ങനെ വിചാരിച്ചോ, നമ്മൾ ചെയ്യുന്നത് 0 എന്ന് തുടങ്ങിയിട്ട് ഒരു സ്ട്രിപ്പ് ഇങ്ങനെ എടുക്കുന്നു a. അപ്പൊ 0 to a ആണ് റോയുടെ വേരിയേഷൻ. ഇനി എന്താ പറഞ്ഞത്? z ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് phi. ഈ ആംഗിൾ എവിടുന്നോട്ട് എവിടെ വരെ വേരി ചെയ്യാം? 0 to pi by 2. 0 to pi by 2 വേരി ചെയ്യുന്നു. ഈ സ്ട്രിപ്പ് ഇങ്ങനെ 0 to pi by 2 തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു സെക്ടറാണ്. ഈ സെക്ടർ കിട്ടി. ഇനി സെക്ടർ x ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 0 മുതൽ ഏത് വരെ വേരി ചെയ്യാം? pi by 2 വരെ വേരി ചെയ്യാം. അപ്പൊ ഇങ്ങനെ തിരിച്ചോണ്ടേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കിട്ടും? ആ സോളിഡ് സ്ഫിയറിന്റെ ഫസ്റ്റ് ഒക്ടേണിലെ പോർഷനായി. ഇനി അഥവാ തീറ്റ 0 to pi by 2 പകരം മൊത്തം കറങ്ങാണെങ്കിൽ, അതായത് 2π ഡിഗ്രിയിൽ കറങ്ങാണെങ്കിൽ നമുക്കൊരു ഹെമിസ്ഫിയർ ആയി. ഫൈയുടെ വേരിയേഷൻ 0 to pi by 2 അല്ലേ കൺസിഡർ, 0 to pi കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ സ്ഫിയർ ആയി.
അപ്പൊ 8 ടൈംസ് എന്ന് എടുക്കുന്നതിന് പകരം വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാമായിരുന്നു. റോ 0 to a 5 0 to pi theta 0 to 2 pi. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 8 ടൈംസ് എടുക്കേണ്ട മൊത്തം സ്ഫിയറിന്റെ ഇനിയല്ല 8 ടൈംസ് എടുത്ത് ഫസ്റ്റ് ഒക്ടേനിലാണെങ്കിൽ റോ ഫ്രം 0 to a 5 from 0 to pi by 2 and theta from 0 to pi by 2. Example 1 നോക്കാം. Find the limits of integration in cylindrical coordinates for integrating a function over the region D bounded by അപ്പോൾ ഒരു റീജിയൻ ഡി തരുന്നുണ്ട്, ബൗണ്ടഡ് ബൈ z equal to 0, സോ താഴെ z equal to 0 ആണ്. ആൻഡ് ലാറ്ററലി അപ്പോൾ സൈഡുകളിൽ ബൈ ദ സിലിണ്ടർ എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 ആൻഡ് എബോവ് ബൈ ദ പരാബോളോയിഡ് z is equal to എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഏകദേശം അത് എന്തായിരിക്കുക, റീജിയൺ എന്നുള്ള ഒന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. z, എക്സ് ആൻഡ് വൈ. അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ അതൊരു സിലിണ്ടർ ആണ് വരയ്ക്കാൻ പോകുന്നത്. സിലിണ്ടർ എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ അത് z 0 ആവുന്ന സമയത്ത് ഒരു സർക്കിൾ ആണ്. സർക്കിൾ സെൻറ്റർ 0 1 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ആവാം, ആൻഡ് റേഡിയസ് 1. അപ്പോൾ റേഡിയസ് 1 ആയിട്ടുള്ള ഒരു സർക്കിൾ ആണിത്. അങ്ങനെ ഒരു സർക്കിൾ ആണ് അത് വരിക. അങ്ങനെ സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഇതേ ഷേപ്പ് മുകളിലേക്ക് പോകും. അപ്പോൾ മുകളിലും ഞാൻ ഇതേപോലെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. എന്നിട്ട് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നു. ഓരോ ക്രോസ് സെക്ഷനിലും ഇതെന്താ വരിക, സർക്കിൾസാണ് വരിക. സോ ദിസ് ഇസ് ദ സിലിണ്ടർ എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അപ്പം ഇനി നമുക്ക് വേണ്ടത് പരാബോളോയിഡ് ആണ്. പരാബോളോയിഡ് z is equal to എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഈ സിലിണ്ടർ മുകളിലോട്ട് അങ്ങോട്ട് വെക്കുക, താഴെ z equal to 0 ആണ്. ആൻഡ് പരാബോളോയിഡ് നമ്മൾ കുറേ പ്രാവശ്യം വരച്ചിട്ടുള്ളതാണ്, ഒരു കൊട്ടയുടെ ഷേപ്പാണ്. സോ എക്സ് 0 ആവുന്ന സമയത്ത് z is equal to വൈ സ്ക്വയർ ഒരു പരാബോളയാണ്. സോ z is equal to വൈ സ്ക്വയർ എന്ന് പറയുന്ന പരാബോള. അപ്പോൾ അത് ഇങ്ങനെ പോകും. ഇങ്ങനെ പോയിട്ട് ഈ സൈഡ് എവിടെ ആയിരിക്കും വരിക എന്നുള്ളത് രണ്ടും കൂടെ വരയ്ക്കുന്നു, ഒരേ ഫിഗറിൽ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ഞാൻ ഈ സിലിണ്ടറിൻ്റെ ഇങ്ങേ അറ്റം നോക്കുകയാണ്. ആ അറ്റത്ത് ഈ പോയിന്റ് ശരിക്ക് ദാറ്റ് ഈസ് 0 to 0 ആണ് ആ പോയിന്റ്. അതായത് സെഡിൻ്റെ വാല്യൂ ഏതാവുന്ന കേസാണ്, വൈയുടെ വാല്യൂ 2 ആവുന്ന കേസാണ്. വൈയുടെ വാല്യൂ 2 ആകുമ്പോൾ ഈ z is equal to വൈ സ്ക്വയർ എന്ന് പറയുന്ന പരാബോളയിൽ സെഡിൻ്റെ വാല്യൂ എത്ര വരണം, 4 വരണം. അപ്പോൾ സെഡിൻ്റെ വാല്യൂ 4 വരണം. z 4 ആകുമ്പോഴായിരിക്കും ഇവർ രണ്ടുപേരും കൂടെ മീറ്റ് ചെയ്യുക. അതായത് ഏത് ഹൈറ്റിൽ, 4 ഹൈറ്റിൽ. ശരി, ഇനി y 0 ആവുന്നു. സോ z is equal to എക്സ് സ്ക്വയർ വേറൊരു പരാബോള. അപ്പോൾ അതിങ്ങനെ പോവും. ഏത് പ്ലെയിനിലാണ് അത് വരേണ്ടത്, നമ്മളെ എക്സ് z പ്ലെയിനിൽ വരേണ്ട പരാബോളയാണ്. ശരി, ഇനി z 0 ആവുമ്പോൾ സർക്കിൾ, ആ സർക്കിൾസ് z 4 ആവുന്ന ഹൈറ്റിൽ ഞാൻ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ആ സർക്കിൾ വരിക. z 4 ആകുമ്പോഴുള്ള സർക്കിൾ വരച്ചാൽ ഇങ്ങനെ വരണം ആ സർക്കിൾ. കാരണം ആ ഹൈറ്റിലാണ് നേരത്തെ വരച്ച z is equal to വൈ സ്ക്വയറും രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ രണ്ട് സർഫസുകൾ ഞാൻ വരച്ചു. ഇത് രണ്ടും ബൗണ്ടറി ആയിട്ട് വരുന്നത്. അതായത് മുകളിലത്തെ ഭാഗത്തിൽ ഏത് വരണം, ഈ പരാബോളോയിഡ് വരണം, സൈഡിൽ ഏത് വരണം, സിലിണ്ടർ വരണം, താഴെ z is equal to 0 വരണം. അങ്ങനെ ഒരു സോളിഡ് ആണ് നമ്മളുടെ തൽക്കാലം ഇവിടെയുള്ള വേണ്ടത്, അതായത് d. അപ്പോൾ നമുക്ക് അത് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വരച്ചു നോക്കുകയാണ്. അത് മാത്രമായിട്ട് സെപ്പറേറ്റ് വരച്ചാൽ z ആക്സ്, എക്സ് ആക്സ്, വൈ ആക്സ്, താഴെ ഈ സർക്കിൾ,
then മുകളില് പരാബോളോയിഡ് കൊട്ടയാണ് എന്ന് ഓർത്താൽ മതി. ഇത് രണ്ടും ബൗണ്ടറി ആയിട്ട് വരാവുന്ന സോളിഡ്. അപ്പോൾ അത് ഇങ്ങനെ വരണം. ഇതൊരു 3-dimensional ഫിഗർ ആണ്. 3-dimensional സോളിഡ്. ഇപ്പം ഇതിൻ്റെ ഈ ലാറ്ററൽ സർഫസ് അത് സിലിണ്ടർ ആണ്. x² + y - 1 the whole square is equal to 1. ആൻഡ് ഈ സർഫസ് മുകളിലത്തെ ഭാഗം, that is the paraboloid z is equal to x² + y². പക്ഷെ നമുക്കിത് വേണ്ടത് കംപ്ലീറ്റ് സിലിണ്ടറിക്കൽ ഫോമില. അപ്പോൾ സിലിണ്ടറിക്കൽ ഫോമില ആകുമ്പോൾ ഇതിൻ്റെ ഇക്വേഷൻസ് മാറ്റണമല്ലോ. അപ്പോൾ സിലിണ്ടറിക്കൽ ഫോമില x² + y² r². അപ്പോൾ ഈ മുകളിലത്തെ ഇക്വേഷൻ ദാറ്റ് ഈസ് ആക്ച്വലി z is equal to r². ഇനി ഈ ഇക്വേഷൻ ഈ സിലിണ്ടറിന്റെ ലാറ്ററൽ സർഫസിന്റെ ആണെങ്കിൽ x² + y² - 2y + 1 is equal to 1 എന്ന് എക്സ്പാൻഡ് ചെയ്യാം. x² + y² is r² and y is r sin theta equal to 0. So r is equal to 2 sin theta എന്ന് വരും. So that is a circle. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് വേണം. ഇനിയാണ് നമ്മൾ ലിമിറ്റ് കണ്ടെത്താൻ പോകുന്നത്, ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ അതിന് സ്ട്രിപ്പ് എടുക്കണം. സ്ട്രിപ്പ് ഇവിടെ എടുക്കുന്നത് ആദ്യം പാരലൽ ടു z ആക്സ് എടുക്കുന്നു, അല്ലെങ്കിൽ z-ന്റെ ലിമിറ്റ് കാണുന്നു. 3-dimensionally ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തെ ഭാഗം z is equal to 0, മുകളിലത്തെ ഭാഗം എവിടെയാ, ആ പരാബോളോയിഡിൽ അവിടെ z is equal to r². അപ്പോൾ അതിൻ്റെ അർത്ഥം z-ന്റെ വേരിയേഷൻ is from 0 to r². ഇനി നമുക്ക് വേണ്ടത് r-ന്റെയും തീറ്റയുടെയും വേരിയേഷനാണ്. അപ്പോൾ അതിന് നമ്മൾ ഇതിന്റെ പ്രൊജക്ഷൻ എടുക്കും ടു ദ പ്ലെയിൻ z equal to 0. അപ്പോൾ നിങ്ങൾ ആ സോളിഡിന്റെ പ്രൊജക്ഷൻ ടു z is equal to 0 എടുത്താൽ, ശരി, അത് ഏത് സർക്കിളാ, ഏതാണ് ആ സർക്കിൾ? ആ സിലിണ്ടറിന്റെ പോർഷനാണ്. ആ സിലിണ്ടറിന്റെ ഇക്വേഷൻ തന്നെയാണ് അതിന് വരിക. r is equal to 2 sin theta ആണ്. z 0 ആവുന്ന പ്ലെയിനിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ നമ്മൾ r-ന്റെയും തീറ്റന്റെയും വേരിയേഷൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ സ്ട്രിപ്പുകൾ എടുക്കും. എങ്ങനെയാണ് സ്ട്രിപ്പ് എടുക്കുക? ഒറിജിനുമായിട്ട് ജോയിൻ ചെയ്യുന്ന സ്ട്രിപ്പാണ്. അപ്പൊ അതിന്റെ ഒരറ്റം r-ന്റെ വാല്യൂ 0 തൊട്ടിട്ട് അങ്ങേയറ്റം r-ന്റെ വാല്യൂ ഏതുവരെ വരാം? r equal to 0 to r is equal to 2 sin theta വരെ വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈ സ്ട്രിപ്പുകൾ എവിടെ തൊട്ട് എവിടെ വരെ എടുക്കാം? ഇങ്ങേ കോർണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റ 0 ആവുന്നത് തൊട്ട് ഇങ്ങനെ പോയിട്ട് തീറ്റ π/2 ആവും. ഇങ്ങനെ പോയിട്ട് അങ്ങേ അറ്റം തീറ്റയുടെ വാല്യൂ ഏതാവുന്നത് വരെ പറ്റും? π ആവുന്നത് വരെ. സോ വി ഗോട്ട് തീറ്റയുടെ വേരിയേഷൻ. തീറ്റ ഇസ് വേരിയിങ് ഫ്രം 0 to π. ഇപ്പൊ ലിമിറ്റുകൾ കിട്ടി. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കാണാനായിരുന്നു ആദ്യത്തത്. ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ. Z varies from 0 to r² and r varies from 0 to 2 sin theta and theta varies from 0 to π. ഇനി ക്വസ്റ്റ്യനിൽ എന്തും കൂടെ പറഞ്ഞിട്ടുണ്ട്, ഓൾസോ ഫൈൻഡ് ദ വോളിയം. വോളിയം ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 1 എന്നെടുക്കും. സോ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ദ റീജിയൻ d dv. ദാറ്റ് ഈസ് ലിമിറ്റ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. 0 to r², 0 to 2 sin theta and 0 to π. dv എന്നുള്ളത് r dz dr dθ. കാരണം നമ്മൾ ലിമിറ്റ് ആയ ഓർഡറിലാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ 0 to π, 0 to 2 sin theta, r കോൺസ്റ്റന്റ് പുറത്ത്, dz-ൻ്റെത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ z ലിമിറ്റ് അപ്ലൈ ചെയ്യണം 0 to r² dr dθ. So that equals integral 0 to π, 0 to 2 sin theta, r into സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് r² എന്ന് വരും dr dθ.
അപ്പോൾ ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ആർ ആണ്. സോ 0 to pi 0 to ഇൻ്റഗ്രേറ്റ് ചെയ്യാമല്ലോ ഡയറക്റ്റ്. ആർ ക്യൂബ് വന്നു. ആർ ക്യൂബിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആർ റൈസ് ടു 4/4 ആയി. ലിമിറ്റ് അപ്ലൈ ചെയ്യണം. 0 to 2 sin theta d theta. That equals 0 to pi 2 raised to 4i 16i by 4. So 4i വരുള്ളൂ. 4 sin raised to 4 theta d theta. This is equal to പല രീതിയിൽ ചെയ്യാം. പക്ഷെ ഞാനിവിടെ എടുക്കുന്നത് 0 to pi ആണ്. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ അകത്ത് പൈ മൈനസ് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ചേഞ്ച് ഒന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ 2 ടൈംസ് എന്ന് എഴുതാം. സോ 4 into 2 times 0 to pi by 2 sin raised to 4 theta d theta. ഇനി ഇതേപോലെ ഒരു റിസൾട്ട് നേരത്തെ ഇതിന് മുന്നേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. 0 to pi by 2 sin raised to n theta d theta ആയാലും ഈ രണ്ട് കേസുകൾ വന്നാലും അതിനെ നമുക്ക് ഡയറക്റ്റ് എങ്ങനെ ചെയ്യാം? is equal to n-1 by n എന്ന് തുടങ്ങിയിട്ട് n-3 രണ്ടെണ്ണം വീതം കുറയ്ക്കാം. മുകളിലും താഴെ ഇങ്ങനെ പോവുക. 2/3 എൻഡ് ചെയ്യുന്നെങ്കിൽ 2/3, ഇനി അല്ലാതെ ഇങ്ങനെ പോയിട്ട് 1/2 ഇൻറ്റു പൈ ബൈ 2. അപ്പോൾ ഇവിടെ ആ ഫോമിലോട്ട് വന്നു. ഈ ഫോമിലോട്ട് വന്നുകൊണ്ട് 8 ഇൻറ്റു ഞാൻ 3/4 1/2 വന്നു പൈ ബൈ 2. 1/2 വന്നുകൊണ്ട് പൈ ബൈ 2. സോ ടോട്ടൽ അല്ലാത്ത രീതിയിലാണെങ്കിൽ സൈൻ റൈസ് ടു 4 തീറ്റേനെ നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ അത് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സൈൻ സ്ക്വയർ തീറ്റേനെ 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്ന് എഴുതാം. സോ 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 ദ ഹോൾ സ്ക്വയർ ആവും. അത് എക്സ്പാൻഡ് ചെയ്യണം. ഇത്തിരി ലെങ്തി ആവും. അതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഇതാണ്. പിന്നെ അതേപോലെ ഇത് ഞാൻ ഈ ഫിഗർ ഇത്രയും സമയമെടുത്ത് വരച്ചതും ഒക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആ ഫിഗർ എന്താണെന്നുള്ള ഉള്ളിലുണ്ടെങ്കിൽ ഏത് മാത്രം വരച്ചാൽ മതി. ഞാൻ രണ്ടാമത് വരച്ചിരിക്കുന്ന ഈ ഒരു ഫിഗർ മാത്രം വരച്ചാൽ മതിയാവും. അല്ലാതെ മൊത്തം ഞാൻ വരച്ച പോലെ ഓരോ സ്റ്റെപ്പായിട്ട് ഇത്രയും സമയമെടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ ഐസ്ക്രീം കോൺ. അപ്പോൾ ഐസ്ക്രീം കോൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കോൺ ഐസ്ക്രീം തിന്നാത്തവരില്ലല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ അത് തന്നെ ആദ്യം വരയ്ക്കുക. എന്നിട്ട് ഇതെന്താ ബാക്കിയുള്ളതെന്നുള്ളത് നോക്കാം. 3 ഡയമെൻഷണൽ. അപ്പോൾ ഒരു കോൺ അങ്ങോട്ട് പോവാം. വെന്തൻ ഞാൻ ആ കോൺ ഐസ്ക്രീം വരയ്ക്കട്ടെ. അതാണ് ആദ്യം വേണ്ടത്. ഇതിൻ്റെ അകത്ത് ഐസ്ക്രീമും കൂടെ ഫില്ല് ചെയ്യുന്നു. ശരി, ഇനി ഈ ക്വസ്റ്റിനോട്ട് വരാം. കോൺ ഐസ്ക്രീം കട്ട് ഫ്രം ദ സോളിഡ് സ്പിയർ റോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. റോ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് സ്പിയർ എന്ന് പറയുന്നത് ഇത്രയും വരും. സ്പിയർ ഓർ ഈക്വൽ ടു 1 ആയിട്ടുള്ള സോളിഡ് സ്പിയറിൻ്റെ അകത്ത് ഒരു കോൺ, നേരത്തെ ഞാൻ പറഞ്ഞ കോൺ വന്ന് കട്ട് ചെയ്ത് മാറ്റുന്ന പോർഷൻ, ആ പോർഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സോളിഡ് സ്പിയർ ആണ് ആദ്യം എടുത്തത്. അതിൻ്റെ അകത്താണ് കോൺ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പോർഷൻ എന്ന് പറയുന്നത് ഏത് മാത്രമേ വരുള്ളൂ? നേരത്തെ വരച്ചിരുന്ന പോർഷൻ മാത്രമേ വരുള്ളൂ. അതാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ വോളിയാണ് വേണ്ടത്. വോളിയം വേണമെങ്കിൽ നമുക്ക് ലിമിറ്റുകൾ കിട്ടണം ആദ്യം. ഇത് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് എളുപ്പവും ആ രീതിയിൽ തന്നെ ചെയ്യുമായിരിക്കും. സോ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ സൊല്യൂഷൻ വോളിയം ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ വി നമ്മളിതിനെ ഡി എന്നാണ് വിളിച്ചത് അല്ലേ? ഡി ഓവർ ഡി ഡി വി. സോ ഇതിൽ കാര്യങ്ങൾ മൊത്തം തന്നിരിക്കുന്നത് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിലാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ. ഇനി ഇത് വേണ്ടത് നമുക്ക് റോയുടെയും ഫൈയുടെയും തീറ്റയുടെയും വേരിയേഷൻസ് കിട്ടില്ല. ഇതൊരു 3 ഡയമെൻഷണൽ ഫിഗറാണ് കോൺ. ഇവിടെയൊക്കെയും ക്രോസ് സെക്ഷൻസ് സർക്കിൾസാണ് വരിക. ഇവിടെയൊക്കെയും ക്രോസ് സെക്ഷൻസ് വരും. അപ്പോൾ നമ്മൾ ആദ്യം റോയുടെ വേരിയേഷൻ എടുക്കുന്നു. റോയുടെ വേരിയേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഒരു സ്ട്രിപ്പ് നമ്മൾ ഇങ്ങനെ എടുക്കണം. ആ എടുക്കുന്ന സമയത്ത് ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ആ റോ. സോ അത് മനസ്സിലാക്കാം. ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ 0 എന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ അറ്റം വരെ വരും. ഈ അറ്റം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയുടെ വാല്യൂ ഏതാവുന്നത് വരിക? ഈ സ്ഫിയർ റോ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ അതിൻ്റെ അർത്ഥം റോയുടെ വേരിയേഷൻ ഇസ് ഫ്രം 0 to 1. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതുപോലുള്ള സ്ട്രിപ്പുകൾ നമുക്ക് എങ്ങനെ എടുക്കാം? എവിടെയൊക്കെയും എടുക്കാമായിരുന്നു. ഇവിടെയൊക്കെയും എടുക്കാമായിരുന്നു. സോ അതിൻ്റെ അർത്ഥം എവിടുന്ന് തൊട്ട് തുടങ്ങാൻ വേണമെങ്കിൽ
phi is equal to 0 മുതൽ ഇങ്ങേ അറ്റത്ത് phi is equal to pi by 3 വരെ, കാരണം cone equation is phi equal to pi by 3. So phi യുടെ വേരിയേഷൻ is from 0 to pi by 3. ഇപ്പോഴും കംപ്ലീറ്റ് ആയില്ല. ഇപ്പൊ നമുക്ക് ശരിക്കും കിട്ടുന്നത് ഒരു എന്താ പറയുക, ഒരു സെക്ടർ ഷേപ്പാണ്. ഇതിനെ റൊട്ടേറ്റ് ചെയ്യുക ത്രൂ ആൻ ആംഗിൾ. എത്ര ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യണം? ഇങ്ങനെ അതിന്റെ പ്രൊജക്ഷൻ വേണമെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് ഞാൻ ആദ്യം എടുത്ത സ്ട്രിപ്പ് ഇവിടെ എവിടെയെങ്കിലും വരണം. ഈ ആംഗിളാണ് തീറ്റ. അതിനെ ശരിക്ക് എത്ര ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യണം ത്രൂ ആൻ ആംഗിൾ? 0 തൊട്ടിട്ട് ഇവിടെ തുടങ്ങണമായിരുന്നു. 0 എന്ന് തുടങ്ങിയിട്ട് എവിടെ വരെ കൊണ്ടുവരണം? 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താലേ മൊത്തം ഈ പറഞ്ഞ 3 ഡയമെൻഷണൽ കോൺ ആവുള്ളൂ. സോ ദാറ്റ് മീൻസ് തീറ്റ ഇസ് വേരിയിങ് ഫ്രം 0 to 2π. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ 0 to 1, 0 to pi by 3, 0 to 2π. എല്ലാം കോൺസ്റ്റന്റ് ലിമിറ്റ്സ് ആണ്. അപ്പോൾ എളുപ്പം ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ 0 to 2π, 0 to pi by 3. ആദ്യം റോ വെച്ചിട്ട്, സോ സൈൻ ഫൈ കോൺസ്റ്റന്റ്, റോ സ്ക്വയറിൻ്റെത് റോ ക്യൂബ് ബൈ 3, ലിമിറ്റ് അപ്ലൈ ചെയ്യണം 0 to 1 d phi d theta. So that equals integral 0 to 2π, 0 to pi by 3. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1/3 എന്നേ കിട്ടുള്ളൂ. റോക്കാണ് ലിമിറ്റ്. സോ 1/3 കോൺസ്റ്റന്റ് നമുക്ക് പുറത്തെടുക്കാം. ബാക്കിയുള്ളത് സൈൻ ഫൈ d phi d theta. So that equals 1/3 integral 0 to 2π. Sin phi നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് ഫൈ. ലിമിറ്റ് അപ്ലൈ ചെയ്യാം 0 to pi by 3 d theta. So that equals 1/3 into integral 0 to 2π. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ cos pi by 3 is 1/2. So minus 1/2. Cos 0 is 1. So plus 1 d theta. So minus 1/2 plus 1 is 1/2. So total is 1/6 integral 0 to 2π d theta. That is 1/6. Theta limit apply 0 to 2π. So that is equal to 2π by 6 or equals pi by 3 cubic units. അടുത്ത എക്സാമ്പിൾ നോക്കൂ. സെറ്റ് അപ്പ് ദ ട്രിപ്പിൾ ഇന്റഗ്രൽ ഫോർ ദ വോളിയം ഓഫ് ദ സ്ഫിയർ റോ ഈക്വൽ ടു 2 ഇൻ ഓൾ ദ 3 ഫോംസ്. അപ്പോൾ ആദ്യം സ്ഫിറിക്കൽ. അപ്പോൾ ഇത് റോ ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന സ്ഫിയർ അല്ല, ആ സ്ഫിയറിന്റെ പോർഷൻ ഇൻ ദ ഫസ്റ്റ് ഒക്ടന്റ് ആണ്. കാരണം നമ്മൾ റിക്കേർഡ് വോളിയത്തിനെ എന്തായാലും ഏത് ഫോമിലായാലും നമുക്ക് ഏത് രീതിയിലോട്ട് മാറ്റാം. 8 times the region in the volume in the first octant ആക്കി മാറ്റാം. അപ്പോൾ എന്തായാലും അതിൻ്റെ ഔട്ടർ സർഫേസസ് റോ ഇസ് ഈക്വൽ ടു 2 നമ്മുടെ ഫസ്റ്റ് ഫോമിൽ. ശരി, അപ്പോൾ നമ്മളവിടെ സ്ട്രിപ്പ് എടുക്കും. ആ സ്ട്രിപ്പിന്റെ റോയുടെ വേരിയേഷൻ ഇസ് ഫ്രം 0 to. ഇനി ആ സ്ട്രിപ്പ് ഇങ്ങനെ നമുക്ക് എവിടെ വരെ എടുക്കാമായിരുന്നു? 0 ആവുന്നത് തൊട്ടിട്ട് ഫൈയുടെ വാല്യൂ ഏതാവുന്നത് വരെ എടുക്കാം, π/2 ആവുന്നത് വരെ എടുക്കാം. സോ ഫൈ ഇസ് വേരിയിങ് ഫ്രം 0 to π/2. ഇനി അതിനെ നമുക്ക് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം? എത്ര ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യാം? ഈ ആംഗിൾ തൊട്ടിട്ട് എവിടെ വരെ റൊട്ടേറ്റ് ചെയ്യണം? π/2 വരെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊത്തം ഫിഗർ കവർ ചെയ്യില്ലേ? സോ തീറ്റയുടെ വേരിയേഷൻ ഇസ് ഫ്രം 0 to π/2. ഇങ്ങനെയാണത് കൺസിഡർ ചെയ്യുന്നത്. സോ 8 into ട്രിപ്പിൾ ഇൻ്റഗ്രൽ. നമുക്ക് ആ ഇൻ്റഗ്രലിൽ എഴുതിയാൽ മാത്രം മതി. ആദ്യം 0 to 2, then 0 to π/2 and 0 to π/2 rho square sin phi d rho d phi d theta. നോക്കേണ്ടത് സിലിണ്ടറിക്കലാണ്. സോ സിലിണ്ടറിക്കൽ ആവുന്ന സമയത്ത് സിലിണ്ടറിക്കൽ ആകുമ്പോൾ ആറും തീറ്റയും സെഡും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. സോ അവിടെ നമ്മൾ സാധാരണ ചെയ്യാറ് ഇങ്ങനെ ഒരു സ്ട്രിപ്പ് എടുക്കുക Z ആക്സിന് പാരലായിട്ട്. സോ
പക്ഷേ നമ്മുടെ ഇക്വേഷൻ എന്താ അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, സെഡ് താഴെ 0 ആണ്, മുകളിൽ ഈ സർഫസിലാണ് വന്ന് തട്ടുക. ആ സർഫസ് ഏതായിരുന്നു? റോ ഇസ് ഈക്വൽ ടു 2. അത് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, റോ സ്ക്വയർ ഇസ് 4, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് 4. നമുക്കത് 6 തീറ്റ സെഡിലോട്ട് മാറ്റണമെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇത് ആർ സ്ക്വയർ, സോ ആർ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. So what is z? Root of 4 minus r square. So z is varying from 0 to root of 4 minus r square. z ന്റെ വേരിയേഷൻ ആയി. ഇനിയിപ്പോൾ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊജക്ഷൻ ഇതാണ്. അവിടെ നമുക്ക് കിട്ടേണ്ടത് ഏതിൻ്റെയൊക്കെ വേരിയേഷനാണ്? ആറിൻ്റെയും തീറ്റേൻ്റെയും. ആറിൻ്റെ വേരിയേഷൻ എടുക്കാൻ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് എടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആർ ഇസ് വേരിയിങ് ഫ്രം 0 ടു ഇങ്ങേ അറ്റത്ത് എന്താ ആറിൻ്റെ വാല്യൂ. സോ അതാണ് പ്രശ്നം. ഈ കർവ് എന്ന് പറയുന്നത് ഈ സ്ഫിയറിൻ്റെ സെഡ് 0 ആവുന്ന പോർഷനാണ്. സെഡ് 0 ആകുമ്പോൾ സ്ഫിയറിൻ്റെ ഇക്വേഷൻ നമ്മൾ സിലിണ്ടറിക്കൽ എഴുതിയിരിക്കുന്ന ആർ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 ആയി. ഇതല്ലേ നമ്മളെ ഇക്വേഷൻ അവസാനം കിട്ടിയത് സിലിണ്ടറിക്കലിലോട്ട് മാറ്റിയപ്പോൾ. അപ്പോൾ അതിൻ്റെ അകത്ത് സെഡ് 0 ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 ആണ്, അല്ലെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു 2. സോ ആറിൻ്റെ വേരിയേഷൻ ഇസ് ഫ്രം 0 to 2. ഇനി ഇങ്ങനെയുള്ള സ്ട്രിപ്പുകൾ നമുക്ക് ഇനി അടുത്ത വേണ്ട തീറ്റയുടെ വേരിയേഷനാണ്. ഇങ്ങനെയുള്ള സ്ട്രിപ്പുകൾ എവിടെ നിന്നോട്ട് എടുക്കാം? എവിടുന്ന് തൊട്ടെടുക്കാം? ഇങ്ങേ അറ്റം തീറ്റ 0 ആവുന്നത് തൊട്ടിട്ട് അങ്ങേ അറ്റം 0 തീറ്റ ഇസ് ഈക്വൽ ടു ഏതാവുന്നത് വരെ, π/2 ആവുന്നത് വരെ. അതായത് തീറ്റയുടെ വേരിയേഷനുമായി തീറ്റ ഇസ് വേരിയിങ് ഫ്രം 0 ടു π/2. ശരി, സോ വോളിയം ഇസ് ഈക്വൽ ടു 8 ടൈംസ്, നമ്മൾ ഒക്ടനിൽ ഫസ്റ്റ് ഒക്ടനിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. 0 ടു π/2, 0 to 2, 0 to root of 4 minus r square, r dz dr dθ. ഇനി നമുക്ക് വേണ്ടത് കാർട്ടീഷ്യൻ ആണ്. എക്സും വൈയും സെഡിലുമാണ്. അഗെയിൻ വോളിയം ഇസ് ഈക്വൽ ടു 8 ടൈംസ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ dz dx dy. ഫസ്റ്റ് ഒക്ടനിൽ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, അതിന് 8 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആദ്യം സെഡിന് പാരലായിട്ട് സ്ട്രിപ്പ് എടുക്കും. സോ സെഡ് ഇസ് വേരിയിങ് ഫ്രം 0 ടു ഇത് അറ്റം വരുന്നത് സ്ഫിയറിലാണ്. സ്ഫിയറിൽ എന്താ സെഡ്? റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. സെഡിൻ്റെ വേരിയേഷൻ കിട്ടി. ഇനി വേണ്ടത് അതിൻ്റെ പ്രൊജക്ഷൻ എടുത്തു. ഇതല്ലേ പ്രൊജക്ഷൻ കിട്ടുക. അവിടെ നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും വേണം. സോ ആദ്യം എക്സിൻ്റെ കിട്ടണമെങ്കിൽ എക്സ് ആക്സിന് പാരലായിട്ട് സ്ട്രിപ്പ് എടുക്കും. എക്സ് ആക്സിന് പാരലായിട്ട് സ്ട്രിപ്പ് എടുക്കുമ്പോൾ ഒരറ്റം എവിടെയാണ് എത്തുന്നത്? എക്സ് ഈക്വൽ ടു 0ലാണ്. ഇങ്ങേ അറ്റമോ ഇവിടെ, ഇതേതാ? അതൊരു സർക്കിളിൻ്റെ പോർഷനാണ്. ഏത് സർക്കിളിൻ്റെ പോർഷൻ? ഈ സ്ഫിയറിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 4ൽ സെഡ് 0 ആവുന്ന സർക്കിൾ ഏതാ? സെഡ് 0 ആവുന്ന സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4. അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടത് എക്സിൻ്റെ വാല്യൂ. എന്താ എക്സിൻ്റെ വാല്യൂ? റൂട്ട് ഓഫ് 4 മൈനസ് വൈ സ്ക്വയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇങ്ങനെയുള്ള സ്ട്രിപ്പുകൾ ഇങ്ങനെ അങ്ങേയറ്റം ഏതുവരെ? വൈ 0 ആവുന്നത് തൊട്ടിട്ട് ഇങ്ങേയറ്റം ഏതുവരെ? ഇതേതായിരിക്കും? പോയിന്റ് 2 ആയിരിക്കണം. സോ വൈയുടെ വേരിയേഷൻ ഇസ് ഫ്രം 0 to 2. സോ നമുക്ക് ലിമിറ്റുകൾ കിട്ടി. വൈയുടേത് 0 to 2, എക്സിൻ്റെത് 0 to root of 4 minus y square, and z-ൻ്റെത് 0 to root of 4 minus x square minus y square. ഈ 3 പാറ്റേണുകൾ എഴുതിയപ്പോൾ സ്ഫിയറിൻ്റെ കേസിൽ സ്ഫിയറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് ഇവാലുവേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഏതായിരിക്കും എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂസ് ഒക്കെ എഴുതിയതല്ലേ. ആദ്യത്തേതായിരിക്കണം. എന്തുകൊണ്ടാണ് ആദ്യത്തേതാവുന്നത്? അതിൻ്റെ അകത്ത് ലിമിറ്റുകൾ നോക്കിയാൽ എല്ലാം ഏതാണ്? കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് സ്ഫിയറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഇൻ്റഗ്രൽസ് എപ്പോഴും സ്ഫിറിക്കൽ കോർഡിനേറ്റ്സിൽ എഴുതിയിട്ട് ചെയ്യായിരിക്കും ഈസി. അതേപോലെ സിലിണ്ടറുമായിട്ട് ലിങ്ക്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എപ്പോഴും സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ എഴുതിയിട്ട് ചെയ്യുമായിരിക്കും നല്ലത്. അസൈൻമെൻറ്റ് ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസും ഇവാലുവേഷനാണ്.
സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലുള്ളതും സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിലുള്ളതും. ഇനിയുള്ള 3 ക്വസ്റ്റ്യൻസും ഇവാലുവേഷൻ ഓഫ് വോളിയമാണ്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾസിൽ ചെയ്തിട്ടുണ്ട്.